അനാവശ്യമായി തന്നെ അവഹേളിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കൊടുത്തിരിക്കുന്നത്. മുമ്പ് ഹണിയം വർഗീസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി കേസ് കൊടുക്കുക, എന്നാൽ ഞാൻ ബാക്കി പറയാമെന്ന് പറയുന്നുണ്ട്. അന്നൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടം അനങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ ഷഹനാസിനെതിരെ രാഹുൽ മിണ്ടാതിരിക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. രാഹുൽ ഒരു ചെറുവിരൽ അനക്കില്ല, അല്ലെങ്കിൽ രാഹുൽ ഒന്നും മിണ്ടില്ല എന്ന് ധരിച്ചായിരിക്കാം ഒരു പക്ഷേ ഈ പറഞ്ഞ രീതിയിലൊക്കെ തന്നെ സംസാരങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ രാഹുൽ കട്ടയ്ക്ക് ഇറങ്ങുന്നു എന്ന് വ്യക്തമാവുകയാണ്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഷഹനാസിനെതിരെ രൂക്ഷമായ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു. സൈബർ അറ്റാക്ക് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്നറിയില്ല. പലർക്കും ഷഹനാസുമായി ഉണ്ടായിരുന്ന ഷഹനാസുമായി അറിയായിരുന്ന വ്യക്തിപരമായ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായി അറിയാവുന്ന അനുഭവങ്ങളോ ആണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. നിയാസ് മലബാരി എന്ന ഫേസ്ബുക്കിൽ നിന്നും ഒരു പോസ്റ്റ് വരുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവ് സഹിതമാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് ഒന്ന് ആദ്യം വായിക്കാം. എനിക്കറിയാവുന്ന ഷഹനാസ് ഭാഗം 1. 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ PG വിദ്യാർത്ഥിനിയായിരിക്കെ തനിക്ക് UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടി എന്ന് കോളേജ് മാനേജ്മെന്റിനെ ധരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റ് നൽകിയ സ്വീകരണവും വാങ്ങുന്നു. ശേഷം കോളേജിലും പുറത്തും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിക്കുന്നു. എന്നാൽ പിന്നീട് സംശയം തോന്നി കോളേജ് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ ഷഹനാസ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല എന്ന് മനസ്സിലാക്കുന്നു. സംഭവം വിവാദമായതിനെ തുടർന്ന് നാണം കെട്ട് കോളേജ് വിട്ടു. ഷഹനാസ് IASന്റെ 2ാം ഭാഗം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ കുറിച്ചിരിക്കുകയാണ്. നമുക്ക് അതുകൂടി വായിച്ച് നോക്കാം. കഥ തുടരുന്നു. രാമനാട്ടുകരയിൽ നിന്നുമുള്ള കഥയാണെന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നത്. രാമനാട്ടുകര യൂണിക് കോളേജിൽ +2 വരുമ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടിയായിരുന്നു ഒരാൾ. ആ കല്യാണം മറച്ചു വെച്ചത് കൂട്ടുകാർക്ക് പ്രായം അറിയാതിരിക്കാൻ വേണ്ടിയാണെന്ന് കരുതാം. മകളെ കോളേജ് പരിപാടിക്ക് കൊണ്ടുവന്ന് ഇത്താത്താന്റെ മകളാണ് എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷേ ചെറുവള്ളൂർ മേഴ്സി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെയും വിവാഹവും കുട്ടിയും മറച്ചുവെച്ച് പ്രണയത്തിലായത് ഒരൽപ്പം കടന്ന കൈയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെക്കൻ കാര്യം അറിഞ്ഞ് തടി കൈച്ചലാക്കിയിരുന്നു. 2012 മുതലുള്ള IASകാരുടെ ജീവിതകഥ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തുകയാണ്. അദ്ദേഹം നിർത്തിയിട്ടില്ല, ഇനിയും തുടർന്നു കൊണ്ടുവരും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ നിയാസ് മലബാരി ഷഹനാസിനെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇതിനെതിരെ തനിക്ക് ഏത് തരത്തിലുള്ള കേസ് വന്നാലും താൻ നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെളിവുകളെല്ലാം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഷഹനാസ് IASന്റെ ജീവിതകഥ അവിടെ തുടരട്ടെ. എന്തായാലും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങളുമായാണ് കോൺഗ്രസ് സഹയാത്രികയും എഴുത്തുകാരിയും ഒക്കെയായ MA ഷഹനാസ് രംഗത്തെത്തിയത്. ഇതോടെ വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തി എന്നാണ്, സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ വിദഗ്ധനാണ് എന്നുമാണ് ഷഹനാസ് ആരോപിക്കുന്നത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഷഹനാസിനെതിരെ DGPക്ക് പരാതി നൽകിയതായും രാഹുലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. ഇന്ന് തന്നെ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്യും. മാനനഷ്ടത്തിന് കോടതി മുഖേന നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. കർഷക സമരത്തിന്റെ ഭാഗമായി ക്ഷണിച്ചതെന്ന വസ്തുതാവിരുദ്ധമാണ് എന്ന് സാരി ഉടുത്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അടിസ്ഥാനരഹിതമാണെന്നും ഷഹനാസിനെതിരെ കേസെടുക്കണമെന്നും ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കണമെന്നും രാഹുൽ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിക്ക് നേരെയുള്ള നടപടിയൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ നേരെ തിരിച്ചായിരുന്നു നടന്നിരുന്നതെങ്കിൽ രാഹുൽ ഇപ്പോൾ അകത്തായിരുന്നതിനെ കിടന്നിട്ടുണ്ടാവുക. രാത്രിക്ക് രാത്രി വീട് വളഞ്ഞ് രാഹുലിനെ പിടിച്ചുകൊണ്ടു പോയേനെ. ആ ഒരു രീതിയൊന്നും ഷഹനാസിനെതിരെ രാഹുൽ ഒരു പരാതി കൊടുത്താൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് താൻ സാരി ഉടുത്തിരുന്നപ്പോൾ വല്ലാത്ത രീതിയിൽ കമന്റ് അടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്തായാലും രാഹുൽ DGPക്ക് നൽകിയ പരാതിയിലെ ആവശ്യങ്ങൾ ഇവയാണ്. ഷഹനാസിനെതിരെ കേസെടുക്കണം. ഷഹനാസിന്റെ ആരോപണങ്ങളിലെ ഗൂഢാലോചന അന്വേഷിക്കണം. ഗൂഢാലോചന നടത്തിയ മറ്റുള്ളവർക്കെതിരെ കേസെടുക്കണം. ഷഹനാസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കണ്ടുകെട്ടണം. കൂടുതൽ അപകീർത്തികരമായ പരാമർശങ്ങൾ വരുന്നത് തടയണം എന്നിവയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിയിലെ ആവശ്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടം വെറും വ്യക്തിയല്ല, ഒരു MLA കൂടിയാണ്. MLA പരാതി നൽകിയിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഇത്രയും നേരം DGPമാർ കാത്തിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഷഹനാസിന്റെ വെടിപൊട്ടിക്കൽ നമുക്കൊന്ന് പരിശോധിക്കാം. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുലിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഷഹനാസ് പ്രതികരിച്ചത്. രാഹുലും താനുമായി ഒരു സൗഹൃദവും ഇല്ലെന്നും തമ്മിലൊരു സെൽഫി പോലും എടുത്തിട്ടില്ല എന്നും MA ഷഹനാസ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഷഹനാസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനടക്കം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന രാഹുലിന്റെ പരാമർശം കള്ളമാണെന്നും അവർ പറഞ്ഞു.
രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോഴിയെ തിരിച്ചറിയാൻ ഒരു സ്ത്രീക്കും ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ അവൻ നിരന്തരം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഷഹനാസ് തുറന്നടിച്ചു. രാഹുൽ മാങ്കൂട്ടം ഒരു കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല. രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ടെന്നും പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ് എന്നും രാഹുലിന് എന്റെ മുന്നിലിരിക്കാൻ ധൈര്യമുണ്ടോ എന്നും രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണെന്നും MA ഷഹനാസ് വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. രാഹുലിനെതിരെ ആദ്യ പരാതി വന്നപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന വെല്ലുവിളികൾ വിളിക്കുന്ന സമയം കൊണ്ട് വേണമെങ്കിൽ ഈ ഷഹന ചേച്ചിക്ക് അവിടെ വീട്ടിൽ പോയി സംസാരിക്കാമായിരുന്നല്ലോ. അത് ഇതിനെക്കാട്ടി വലിയ വെല്ലുവിളിക്കെക്കാട്ടി നല്ലതല്ലേ നന്നായി പ്രവർത്തിച്ചൂടെ? അല്ലെങ്കിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് യാതൊരുവിധ ആർജവും ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറയാതെ പ്രവർത്തിക്കൂ, അതല്ലേ നല്ലത്. അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്യാമറ ഓഫായി എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ എന്നെ കൊണ്ട് വേണ്ടാത്തതും വേണമെന്നുള്ളതും പറയിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ട് കുറേ പറയിപ്പിച്ചു എന്ന് വ്യക്തമായി പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഷഹനാസിന്. അപ്പൊ പിന്നെ ആർജവമുള്ളവർ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എന്തിനാണ് വെറുതെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ വായ്ത്താളം മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്നത്? വീട്ടിൽ പോയി സംസാരിക്കാൻ ആർജവം ഉണ്ടെങ്കിൽ പോയി സംസാരിക്കണം. വെല്ലുവിളികൾ ഇങ്ങനെ ചങ്കൂറ്റത്തോടു കൂടി ഏറ്റെടുത്ത് സ്വയം ചെയ്ത് കാണിക്കൂ. അതിനുശേഷം നമുക്ക് രാഹുലിന്റെ വെല്ലുവിളിയെ കുറിച്ച് സംസാരിച്ചാൽ പോരെ. രാഹുലിനെതിരെ ആദ്യ പരാതി വന്നപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് നിയമ നടപടിയെ ഭയക്കണമെന്നാണ് ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടം എന്ന കോഴിയെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിട്ടുള്ള വ്യക്തിയാണ് താനെന്നും എന്റെ ഫോൺ വെച്ച് ഏത് പരിശോധനകൾക്കും തയ്യാറാണെന്നും ഷഹനാസ് പറയുകയാണ്. എന്നാൽ പിന്നെ നിർത്തേണ്ടടുത്ത് നിർത്തിയെങ്കിൽ പിന്നെ ഈ പറയുന്ന ആരോപണങ്ങൾ ഏതടിസ്ഥാനത്തിലാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. രാഹുലിന് ധൈര്യമുണ്ടോ ഫോൺ കാണിക്കാൻ? നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് രാഹുൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു സുഹൃത്ത് നേരിട്ട് നീ തന്നെ ഒന്ന് കാണണമുണ്ട്, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അതും ഇത്തരം രീതിയിൽ വളച്ചൊടിക്കേണ്ട ആവശ്യം എന്ത് എന്നാണ്. അതായത് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കാണുന്നവന്റെ കണ്ണിലാണ് തിമിരം, അല്ലാതെ കണ്ട കാഴ്ചയ്ക്കല്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് നോക്കാം എവിടം വരെ ഇത് പോകുമെന്ന്. കോഴിത്തരം എന്നോട് കാണിച്ചിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടട്ടെ. എന്റെ സോഷ്യൽ മീഡിയ സ്റ്റോറികൾക്ക് രാഹുൽ അയച്ച മറുപടികൾ ഇൻബോക്സിൽ കാണാം, ഷഹനാസ് വെല്ലുവിളിച്ചു. ഞാൻ സാരി ഉടുത്ത് ഇൻസ്റ്റഗ്രാമിലിട്ട ഫോട്ടോയ്ക്ക് കമന്റ് ബോക്സിൽ വന്ന് രാഹുൽ മോശം മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും ഷഹനാസ് പറഞ്ഞു. അതിന് നല്ല ചുട്ട മറുപടി കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്റെ ഫോൺ വർഷങ്ങളായി ഉപയോഗിക്കുന്നത് ആണ്, പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറാണ്. രാഹുൽ എന്ന കോഴി സുഹൃത്താണ് എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടുണ്ട്. എന്റെ സുഹൃത്തല്ല, രാഹുൽ പറയുന്നത് കള്ളം മാത്രം, ഷഹനാസ് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണ്. തന്നോട് ഇപ്പോഴും മുതിർന്ന നേതാവ് വിശദീകരണം ചോദിച്ചിട്ടില്ല. കുടുംബത്തിലെ ഒരാൾ തെറ്റ് ചെയ്താലും താൻ ഇരയ്ക്കൊപ്പമാകും നിലനിൽക്കുക. തുറന്ന് പറയാനുള്ള ഒരു അജണ്ടയുടെയും ഭാഗമല്ലെന്നും ഷഹനാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.